all, this is Cock. Love Insurance Company. LIK ലൈക്ക്. അപ്പോൾ കമ്പനി എന്ന് പറയുന്ന സമയത്ത് നിങ്ങൾ വിചാരിക്കും നമ്മുടെ LIC ഉണ്ട്, ലൈഫ് ഇൻഷുറൻസ് കോർപ്പറേഷൻ. അപ്പോൾ സി അല്ലേ വരേണ്ടത്, LIC എന്നല്ലേ വരേണ്ടത്. പക്ഷെ അല്ല, ഇത് LIK ആണ്. മമ്മൂട്ടി കമ്പനി എന്ന് പറയും പോലെ റൈറ്റ്സ് കാരണം മാറ്റിയാണ്, സ്പെല്ലിംഗ് മാറ്റിയതാണ്. മറ്റേത് LIC വരുമല്ലോ കോർപ്പറേഷൻ. അപ്പോൾ ഒരു കമ്പനിയാക്കി സ്പെല്ലിങ് സിക്ക് പകരം ഇൻസ്റ്റെഡ് ഓഫ് ദാറ്റ് കെ ആക്കി. അങ്ങനെയാണ് LIK എന്ന് പറയുന്ന വളരെ വിയേർഡായിട്ടുള്ള വിചിത്രമായിട്ടുള്ള ഒരു ക്യൂർ നെയിം വന്നത്. അപ്പോൾ അതാണ് ലൈക്ക്. ഇതിൻ്റെ റൈറ്റർ ഡയറക്ടർ നയൻതാരയുടെ ഭർത്താവാണ് വിഘ്നേഷ് ശിവൻ. നയൻതാര തന്നെയാണ് ഭർത്താവിന് വേണ്ടിയിട്ട് പടം പ്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത്. നാനും റൗഡി താനെ, അതാണല്ലോ ഇവരുടെ പടം. അപ്പം അതുകൊണ്ട് റൗഡി ഫിലിംസ്. പിന്നെ ലളിത് കുമാറുണ്ട്, നമ്മുടെ ലളിത് കുമാർ വിജയുടെ ഇതൊക്കെ ചെയ്ത മാസ്റ്ററൊക്കെ പ്രൊഡ്യൂസ് ചെയ്ത ഈ സിനിമ എന്ന് പറയുന്നത് ഒരു സൈഫൈ റോംകോം സംഭവമാണ്. 2040 ആണ് പടം സെറ്റ് ചെയ്തിരിക്കുന്നത്. ഇതിൻ്റെ ടൈം ലൈൻ എന്ന് പറയുന്നത് 2040 അതായത് ഫ്യൂച്ചറിസ്റ്റിക് ആണ്. അപ്പം അതുകൊണ്ട് തന്നെ എന്ത് കാട്ടവരാതും കാണിക്കാമല്ലോ. കാരണം 2040 ഇങ്ങനെ സംഭവിക്കില്ല എന്നൊന്നും നമുക്ക് പറയാൻ പറ്റുമല്ലോ. ആ ഒരു ലിബേർട്ടി എടുത്തുകൊണ്ട്, ആ ഒരു ഫ്രീഡം എടുത്തുകൊണ്ട് നയൻതാരയുടെ ഭർത്താവ് പണി വെച്ചിരിക്കുന്ന ഒരു മൊക്ക കാട്ടവരാതമാണ് LIK ലൈക്ക് ലവ് ഇൻഷുറൻസ് കമ്പനി. രവി വർമ്മൻ ASC ISC ആണ് ഇതിൻ്റെ സിനിമാറ്റോഗ്രാഫർ. DOP അദ്ദേഹമാണ് ചെയ്തിരിക്കുന്നത്. നല്ല കളർഫുള്ളാണ് മൊത്തത്തിൽ. ഇത് മലേഷ്യ, സിംഗപ്പൂർ, പിന്നെ ഓഫ് കോഴ്സ് ഇത് ഫ്യൂച്ചറിസ്റ്റിക് ആയതുകൊണ്ട് തന്നെ ധാരാളം പിന്നെ CGയും കാര്യങ്ങളൊക്കെ യൂസ് ചെയ്തിട്ടുണ്ട്. ബട്ട് ഈ സിനിമയ്ക്ക് അദ്ദേഹം എന്ത് ചെയ്തിട്ടും കാര്യമില്ല. അദ്ദേഹത്തിൻ്റെ അവസ്ഥ വളരെ മോശമാണ്. അദ്ദേഹം പൊന്നിയിൻ സെൽവൻ 1-നും 2-നും ശേഷം ചെയ്ത പടങ്ങളാണ്. ഒന്ന് കാർത്തിയുടെ ഗുണ്ട് ജാപ്പാൻ, പിന്നെ ചെയ്തത് ശങ്കറിൻ്റെ ഗുണ്ട് ഇന്ത്യൻ 2. അതിനുശേഷമാണ് ഈ ഒരു വാണപ്പടം ചെയ്തേക്കുന്നത് രവി വർമ്മൻ. അദ്ദേഹം അത്രയും ഒരു ലെഗസി ഉള്ള ലെജൻഡറി സിനിമാറ്റോഗ്രാഫറാണ്. പ്രദീപ് E. രാഘവാണ് ഇതിൻ്റെ എഡിറ്റർ. അദ്ദേഹം നല്ല പണിയെടുത്തിട്ടുണ്ട്. കാരണം ഇത് ഫ്യൂച്ചറിസ്റ്റിക് ആയതുകൊണ്ട് തന്നെ കുറേ ഈ ഇമാജിനറി സാധനങ്ങൾ എഡിറ്റ് ചെയ്ത് കയറ്റി അത് വിത്ത് ഓഫ് കോഴ്സ് VFXൻ്റെ സഹായത്തോടു കൂടി തന്നെയാണെങ്കിൽ കൂടെ നല്ല പണിയുണ്ട്. അത് ആ പാട്ടൊക്കെ വൃത്തിക്ക് തന്നെ ചെയ്ത് വെച്ചിട്ടുണ്ട് പ്രദീപ്. പക്ഷേ ഒരു കാര്യമില്ല, പടതായിപ്പോയില്ല. ഇതേ തന്നെയാണ് നയൻതാരയുടെ നെറ്റ്ഫ്ലിക്സ് ഡോക്യുമെൻ്ററി എഡിറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഓൾ കണക്റ്റഡ്. നയൻതാര ദ ഫെയറി ടൈൽ അവസാനം ഉണ്ടല്ലോ. പിന്നെ അനിരുദ്ധ് മ്യൂസിക്കൽ, ഐ റിപ്പീറ്റ്, അനിരുദ്ധിൻ്റെ ദ ആൻറ്റേ കരിയറിലെ ദ വേഴ്സ്റ്റ് ആൽബം. എനക്കെന്നെ ആരുമില്ല ഒറ്റ സോങ് അല്ലാതെ നല്ലൊരു സോങ് ഇല്ല, നല്ലൊരു സ്കോറില്ല, സിഗ്നേച്ചർ സ്കോറില്ല. അനിരുദ്ധന് ഉഴപ്പിച്ചതാണെന്ന് തോന്നുന്നു. അനിരുദ്ധ് ഏതൊരു റോബോക്ക് ഇതും കൊടുത്തിട്ടുണ്ട്, ഡബ് ചെയ്തിട്ട് വോയിസും കൊടുത്തിട്ടുണ്ട്. പക്ഷെ എന്നാലും ആലോചിക്കുകയാണെ അനിരുദ്ധൊക്കെ ഇത്ര ഉഴപ്പണമെങ്കിൽ എത്രമാത്രം മടുത്തു പോയി കാണും. ഇതിൻ്റെ ഫൈനൽ ഔട്ട് കണ്ടിട്ട് സ്കോർ ചെയ്യുന്ന സമയത്തേ എന്ത് തേങ്ങയാണ്, എന്ത് മാങ്ങാത്തൊലിയാണെന്ന് വിചാരിച്ചിട്ട് എടുത്ത പോലെയാണ് അനിരുദ്ധിൻ്റെ വർക്ക് എന്ന് പറയുന്നത്. മോശം വർക്ക്. പുള്ളിക്ക് പറ്റാത്തതുകൊണ്ടല്ല, ഓഫ് കോഴ്സ് അതെനിക്കറിയാം, നിങ്ങൾക്കും അറിയാം. പക്ഷേ ഇതിലൊന്നും ചെയ്തിട്ട് കാര്യമില്ലാനുള്ള പോലെ ചെയ്ത മട്ടിലാണ് അനിരുദ്ധ് ഇതിൽ സ്കോറും സോങ്സും ഒക്കെ ചെയ്ത് വെച്ചേക്കുന്നത്. അടപടലം. സോ സിനിമയിലേക്ക് വരുമ്പോൾ ഇത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇത് 2040 നടക്കുന്നതാണ്. അപ്പോഴും ആ ഒരു എൻവയോൺമെൻ്റ് ആണല്ലോ വേണ്ടത്. ആ ഒരു ടെക്നോളജിക്കൽ അഡ്വാൻസ്മെൻറ്റ് കാണിക്കണമല്ലോ. കാരണം 10-15 വർഷം കഴിഞ്ഞിട്ടാണ് ഫ്രം പ്രസൻറ്റ്. അങ്ങനെ നോക്കുന്ന സമയത്ത് 2040 എന്തൊക്കെയായിരിക്കും. ഇപ്പോൾ കുറേ സിനിമകൾ നമ്മൾ കാണുന്ന ഹോളിവുഡ് സിനിമകളിൽ മുതൽ നമ്മുടെ മലയാളത്തിൽ ഇപ്പോൾ അടുത്തിറങ്ങിയ മസ്തിഷ്ക മരണത്തിൽ ഉൾപ്പെടെ ഒന്ന് പ്രധാനമായിട്ട് വരികയാണെങ്കിൽ കുറേ ഡ്രോൺസ് ഇങ്ങനെ അടയാറക്കൂടെയും ചെന്നൈ കൂടെ ഇങ്ങനെ ഡ്രോൺസ് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. പിന്നെ എല്ലാം ഫ്യൂച്ചറിസ്റ്റിക്കാണ്. ഇപ്പോൾ കാറാണെങ്കിൽ മറ്റേ എന്താണ് ഡ്രൈവർലെസ് കാറാണ്. പിന്നെ ഹോസ്പിറ്റലൊക്കെ അത്ര അഡ്വാൻസ്ഡ് ആണ്. പിന്നെ റോബോട്ടിക്കാണ്. പിന്നെ മൊബൈൽ ഷോപ്പിലൊക്കെ മൊബൈൽസ് മാത്രമല്ല വിൽക്കണത്, റോബോസിനെ വിൽക്കുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ളൊരു കോണ്ടെക്സ്റ്റിൽ ഇവരൊരു സാധനം കാണിക്കണം, ഒരു ആപ്പ്, ഒരു ഡേറ്റിംഗ് ആപ്പ് എന്ന് പറയാം, വിത്ത് AI സപ്പോർട്ട്. അതാണ് LIK ലവ് ഇൻഷുറൻസ് കമ്പനി. ഇതിൻ്റെ തലവൻ എന്ന് പറയുന്നത് നമ്മുടെ ഇദ്ദേഹമാണ്, സൂര്യ. ഇത് സൂര്യ, SJ സൂര്യ. അപ്പോൾ SJ സൂര്യ ആസ് ഓൾവേസ് ഭയങ്കര എക്സെൻട്രിക് ആണ്, ഭയങ്കര അങ്ങനത്തെ പുള്ളി സ്ഥിരം ചെയ്യുന്ന സാധനം. ആ പുള്ളി ഇങ്ങനെ വലിയൊരു ഫേം നടത്തുവാണ്. വളരെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഈ ടെക്നോളജീസ് ഉപയോഗിച്ചുകൊണ്ട്
ഈ LAK എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലവേഴ്സിനുള്ള ഒരു ഡേറ്റിംഗ് ആപ്പ്. ഓഫ് കോഴ്സ് ഓൾസോ ഇവർക്ക് തമ്മിൽ കണക്ട് ചെയ്യാനുള്ള ഒരു ആപ്പ് കൂടിയാണ്. അപ്പോൾ ആ സമയത്തുള്ള മൊബൈൽ ഫോൺസൊക്കെ കാണിക്കുന്നത് ഒന്നുമില്ല, ബോഡിയൊന്നുമില്ല, ഓൺലി ഡിസ്പ്ലേ മാത്രമേ ഉള്ളൂ. പിന്നെ ഇത് നമുക്ക് എയറിൽ കാണാം. പിന്നെ സാധനങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വിടുന്നത് എന്താണ്, ഇതിൽ കോണ്ടൊക്കെ വിടുന്നുണ്ട്. പിന്നെ ഇത് മറ്റേ പ്രദീപ് രംഗനാഥൻ കോണ്ട ഓർഡർ ചെയ്യുമ്പോൾ വരുന്നത് ഡ്രോണിലാണ്. അപ്പോൾ ആ സമയത്ത് ഡെലിവറി ബോയ്സിന് ജോലി ഉണ്ടാവില്ല. 2040 ഡ്രോണിന് നേരിട്ട് നമുക്ക് ഏറെ കൂടെ വന്നിട്ട് കൊണ്ടുത്തരും. സ്കോറിൻ്റെ കോണ്ടാണെന്നും കാണിക്കേണ്ട, പരസ്യമാണെന്നും അറിയില്ല. അപ്പോൾ അങ്ങനെ, അപ്പോൾ ഫിഷ് എല്ലാ സാധനവും. അപ്പോൾ ഇങ്ങനെ ഉള്ള ഒരു ഫ്യൂച്ചറിസ്റ്റിക് പരിപാടിക്കകത്ത് ഈ ഒരു ആപ്പ്, ഇപ്പോൾ ഈ ഒരു ആപ്പ് ഇൻസ്റ്റാൾ ചെയ്തിട്ട് ആളുകൾ പരസ്പരം കണക്ട് ചെയ്യാണ്. അതായത് ലവേഴ്സ്, റൊമാൻസ്, ഒരു ടെക് ഡ്രിവൺ റൊമാൻസ് എന്ന് പറയുന്ന പോലെ ഉള്ളൊരു പരിപാടിയാണ്. അപ്പോൾ ഇത് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ നല്ലതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര ട്രാൻസ്പെറൻസി ആയിരിക്കും. രണ്ടുപേരും അതിൽ ഇങ്ങനെ ഇത് റിങ് ഉണ്ട്, ഇതുപോലത്തെ റിങ് അല്ല, ഒരു ടെക്നിക്കൽ ഒരു ഡിവൈസ് സാധനം. ആ റിങ് രണ്ടുപേരും ഇട്ട് കഴിഞ്ഞാൽ ഒരു പരസ്പരം കണക്റ്റഡ് ആവും ഈ ഡിവൈസ് വഴി. ഇതൊരു പാക്കേജാണ്, ഇതൊരു കിറ്റ് പോലെ. ഇതിൽ കുറേ സാധനമുണ്ട്, റിങ് ഉണ്ട്, പിന്നെ മൊബൈൽ ഫോൺ ഉണ്ട്, അങ്ങനെ കുറേ ഡിവൈസസ് ചേർന്നുള്ള ഒരു പാക്കേജാണ്. അപ്പോൾ അതിനുശേഷം നമ്മുടെ കയ്യിൽ നമുക്ക് ഡിസ്പ്ലേ കാണാൻ പറ്റും എയറിൽ. വേറെ ഒന്നും ആവശ്യമില്ല, എയറിൽ ഇങ്ങനെ കാണാൻ പറ്റും. അപ്പോൾ അങ്ങനെ പരസ്പരം കണക്ട് ചെയ്യുക, സംസാരിക്കുക, എന്താണ് സംശയം ചോദിക്കാം. എടുത്ത് നമ്മൾ എപ്പോഴും ചോദിക്കുമ്പോൾ തന്നെ എന്ത് വേണമെങ്കിലും ചോദിക്കാം, സാധനം ഓർഡർ ചെയ്യാം. ഇതൊരു മൾട്ടി പർപ്പസ് അങ്ങനത്തെ ഒരു ആപ്പാണ്. പക്ഷെ ഇതിൽ മെയിൻ സംഭവം വെച്ചാൽ ട്രാൻസ്പെറൻസിയാണ്. പരസ്പരം ഇവർ കണക്റ്റഡ് ആയി കഴിഞ്ഞാൽ എന്താണ്, ഈ ലവേഴ്സ് കണക്റ്റഡ് ആയി കഴിഞ്ഞാൽ രണ്ടുപേരും ചെയ്യുന്നത്, അവർ കുളിക്കുന്നതും അവർ കക്കൂസ് പോകുന്നതും അവർ പിന്നെ എന്തൊക്കെ അവർ ചെയ്യുന്നു, അവർ ഉറങ്ങുന്നതും അവരോടൊക്കെ പോകുന്നു, അവരോട്ട് സംസാരിക്കുന്നു, എല്ലാം പരസ്പരം. അതായത് കംപ്ലീറ്റ് പ്രൈവസി ബ്രീച്ചിങ് ആണ്, പ്രൈവസിക്ക് യാതൊരു ഇതുമില്ല. അങ്ങനെ ഒരു ആപ്പാണ്. അതാണ് പറഞ്ഞത്, ഇതിൻ്റെ സിനിമയുടെ സെറ്റിംഗ് ആണ്. ഇവരെ സെറ്റിംഗ് ഒക്കെ ഭയങ്കര. പക്ഷെ പിന്നെ ഇതിൽ കാണിക്കുന്ന അവരാന്ന് പറഞ്ഞാൽ ക്രിഞ്ച് ഫെസ്റ്റാണ്. ക്രിഞ്ച് ഫെസ്റ്റ് എന്ന് പറഞ്ഞാൽ എങ്ങനെ ഇങ്ങനെയൊക്കെ ഇമാജിൻ ചെയ്ത് എഴുതി ഒരു സിനിമയ്ക്ക് ഇത്രയും ബജറ്റ് ഇൻവെസ്റ്റ് ചെയ്ത് അത് പ്രൊഡ്യൂസ് ചെയ്ത് അത് ക്രിയേറ്റ് ചെയ്ത് ഇങ്ങനെ ഇറക്കിയിട്ട് ഇങ്ങനെ അയ്യോ. പിന്നെ ഇത് 2040 നമ്മളെ കൺവിൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവർ കുറേ പരിപാടികൾ ബാക്കിൽ ഇങ്ങനെ കാണിക്കുമോ. തലൈവർ 180, അതായത് രജനീകാന്തിൻ്റെ 180 സിനിമ എപ്പോഴും 2040 ആലോചിച്ചോണ്ടേ. കമലഹാസനെ കാണിക്കുന്നുണ്ട്. പിന്നെ IPL കാണിക്കുന്നുണ്ട് 2040. അതായത് പിന്നെ വൈഭവ് സൂര്യവംശി ഒക്കെ കളിക്കുന്നുണ്ട്. അത് OG ആണ്. കാരണം വൈഭവ് സൂര്യവംശി ഇപ്പോൾ തേജ് വെച്ച് 2040 എന്തായാലും കളിക്കും. മിഷൻ ഇമ്പോസിബിൾ 40, 14ാമത്തെ MI അതൊക്കെ എങ്ങനെ കാണിക്കോ. എനിക്ക് തോന്നുന്നു മലയാളത്തിലാണ് ഈ സിനിമ എടുത്തതെങ്കിൽ ഉറപ്പായിട്ടും മമ്മൂക്ക റെഫറൻസ് ഉണ്ടാവും. അതായത് മമ്മൂക്ക അപ്പോഴും യങ്ങായിട്ട്, കുഞ്ഞാവയായിട്ട്, ഇപ്പോഴും അദ്ദേഹത്തിൻ്റെ കൂടെ ബാലതരമായിട്ട് അഭിനയിച്ച ആരെങ്കിലും അന്നേരം മമ്മൂക്കയുടെ നായികയായിട്ടൊക്കെ അങ്ങനെ ഒരു ക്രിഞ്ച് പരിപാടി മലയാളത്തിലാണ് ഇപ്പോൾ എടുത്തെങ്കിൽ ഇവിടുത്തെ ഡയറക്ടേഴ്സ് എന്തായാലും ഒപ്പിച്ചിട്ടുണ്ടോ. SJ സൂര്യയുടെ അസിസ്റ്റൻ്റായിട്ട് ആനന്ദ് രാജ്, ഒരു മൊണ്ണ കഥാപാത്രം, വെറും മൊണ്ണ. സ്പെക്സെല്ലാം കാണാം, സ്പെക്സെല്ലാം ഇങ്ങനെ മുകളിൽ നിന്ന് തൂങ്ങി വരുന്ന സ്പെക്സെല്ലാം വെച്ചിട്ട് വെറും മൊണ്ണ കഥാപാത്രം, വെറും വെറുപ്പിക്കൽ. പിന്നെ മാളവിയുണ്ട്, പഴയകാല നടി. വള്ളുമീനക്കും വെളുങ്ക മീനക്കും കല്യാണോ അതിൽ വാളുമീൻ എന്ന് പറഞ്ഞ റെഫറൻസ് ഇതിൽ പറയുന്നുണ്ട്. അവരൊക്കെ പ്രായമായി. ആൻറ്റി അവരുടെ മോളായിട്ടാണ് കൃതി ഷെട്ടിയുടെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ ക്യൂട്ട്നെസ് ഇങ്ങനെ മെഴുകുക, ക്യൂട്ട്നെസ് ഇങ്ങനെ മെഴുകുക, ക്യൂട്ട്നെസ് മെഴുകിയിട്ട് ഒപ്പം ഇങ്ങനെ ഇളിയൽ, പിന്നെ എന്തൊക്കെയോ കാണിക്കും. ഇങ്ങനെ ഒരു സ്ക്രീനിൽ കാണുമ്പോൾ തന്നെ ഒന്നും കൊടുക്കാൻ തോന്നുന്നു. സീരിയസ്ലി അതുപോലത്തെ വെറുപ്പിക്കൽ കൃതി ഷെട്ടി. അങ്ങനത്തെ ഒരു കഥാപാത്രം, അതിലും അത്ര ഇറിറ്റേറ്റിംഗ് ഉള്ള അനോയിങ് ആയിട്ടുള്ള ആക്ടിങ്ങും. ഒപ്പം മറ്റേ ചങ്ങായി ഉണ്ടേ, പ്രദീപ് രംഗനാഥൻ ഇടയ്ക്ക് ധനുഷിനെ പഠിക്കും. പിന്നെ ഇങ്ങനെ കുറേ ഇങ്ങനെ ലോങ് ആയിട്ടുള്ള ഡയലോഗ്സ് ഒക്കെ പറയും. പിന്നെ അയ്യോ പാവം, അതായത് പരസ്പരം ഇത് തന്നി ഇപ്പുറം ലോക്കലായി നിൽക്കുന്ന ഒരു നായകനും അപ്പുറം ഭയങ്കര ഹൈ പൊസിഷനിലായിട്ടുള്ള ഹൈ എലീറ്റ് ക്ലാസ്സിൽ പെടുന്ന അങ്ങനത്തെ ലൈഫ് നയിക്കുന്ന ഒരു ഗേള്. ഇത് സ്ഥിരം ഈ ഒരു കോൺട്രഡിക്ഷൻ വെച്ചിട്ട് ഇവർ കളിക്കുന്ന മറ്റേ സാധനം ഉണ്ടല്ലോ, ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഡ്യുവാലിറ്റി, അതെല്ലാം വെച്ചുള്ള സ്ഥിരം പരിപാടി തന്നെ. അതാണ് ഈ പ്രദീപ് രംഗനാഥൻ്റെ മിക്ക പടത്തിലുള്ളത്, എല്ലാ പടത്തിലുള്ള തന്നെ പറയാം. അപ്പം അത് തന്നെ വെച്ചിട്ട് എങ്ങനെ ഇവരെ സത്യം പറഞ്ഞാൽ ശല്യം, സിനിമ കൊണ്ട് ശല്യം, ഇവരെ കൊണ്ട് ശല്യം. ഇത് കൂടാതെ മറ്റേ അദ്ദേഹം യോഗി ബാബുവിൻ്റെ ഒക്കെ കോമഡി വെച്ച് കഴിഞ്ഞാൽ ഇപ്പോഴും ഇങ്ങനെ തടിയെല്ലാം കാണിച്ചുള്ള കോമഡി. എന്നിട്ട് ഇങ്ങനെ എന്തൊക്കെയാണ് മുടിയൊക്കെ ഇങ്ങനെ പിന്നിയിട്ട് കരിയൊക്കെ തേച്ച്
ഇങ്ങനെ ഡയലോഗെല്ലാം അടിച്ച് അങ്ങനെ യോഗി ബാബുവിൻ്റെ വെറുപ്പിക്കൽ. പിന്നെ ഇത് കൂടാതെ വേറൊരു കക്ഷിയുണ്ട് ഇദ്ദേഹത്തിൻ്റെ കൂടെയുള്ള, ആരെ, പ്രദീപ് രംഗനാഥൻ്റെ കൂടെയുള്ള ഷാറ എന്നാണ് ഈ നടൻ്റെ പേര്. അതായത് പ്രദീപ് രംഗനാഥൻ സ്ക്രീനിൻ്റെ ഒരു സൈഡിൽ നിന്ന് വെറുപ്പിക്കുമ്പോൾ അതിന് ജസ്റ്റ് ഇപ്പുറ സൈഡിൽ നിന്ന് ഇയാൾ വെറുപ്പിക്കും ഷാറ. ഇവർ കോമ്പിനേഷൻ സീൻസാണ് മിക്കപ്പോഴും, രണ്ട് സൈഡിൽ നിന്ന് മാറി മാറി വെറുപ്പിക്കുക. അസഹനയായിരുന്നു. ഇവരുടെ ഒരു ഹലോവിൻ സീക്വൻസ് ഉണ്ട് ഇൻ്റർവെലിന് മുൻപ്. ആ ഹലോവിൻ സീക്വൻസിൽ കംപ്ലീറ്റ്ലി അതിൽ കൃതി ഷെട്ടിയുണ്ട്. കൃതി ഷെട്ടി ഇവനെ പറയണ്ട, ഞാൻ പറഞ്ഞല്ലോ, ഓൾറെഡി പറഞ്ഞല്ലോ. അപ്പം അതിനകത്ത് ഇവർ 3 പേരും പിന്നെ മറ്റേ അദ്ദേഹവും യോഗി ബാബു എത്ര സമയം ക്യാപ്റ്റൻ ജാക്ക് സ്പാരോനൊക്കെ പോലെയാണ് ഇയാൾ വരുന്നത്, പ്രദീപ് രംഗനാഥ്. എൻ്റെ കണ്ണാ ചിരി നിർത്താൻ പറ്റില്ല. എന്നിട്ട് ഇതിലൊരു മാരക പരിപാടി ഉണ്ട്. അതായത് വ്ളോഗറാണല്ലോ ഈ കൃതി ഷെട്ടി. അപ്പം എങ്ങനെയെങ്കിലും 1 മില്യൺ അടിക്കണം. അപ്പം അതിന് വേണ്ടിയിട്ട് ഇവർക്ക് എന്തെങ്കിലും വെറൈറ്റി പരിപാടി ചെയ്യണം. അപ്പം ജലത്തിൻ്റെ മുകളിൽ നടക്കണം, അത് സ്വിമ്മിംഗ് പൂളിൻ്റെ മുകളിൽ കൂടെ നടക്കണം, വെള്ളത്തിൻ്റെ മുകളിൽ കൂടെ നടക്കണം. അതിന് ഇദ്ദേഹത്തിൻ്റെ ഐഡിയ, പ്രദീപ് രംഗനാഥൻ്റെ കഥാപാത്രത്തിൻ്റെ ഐഡിയ എന്താ ഐഡിയ? വൈബ് വാസി, ഇളവര വൈബ് വാസി. അതായത് ഇവനാണ് ഈ ലൈക്കിൻ്റെ ലവ് ഇൻഷുറൻസ് കമ്പനിയുടെ LIKയുടെ വോയിസ് എന്ന് പറയുന്നത്. ഇപ്പോൾ നന്ദിയുണ്ട് എന്ന് നമുക്ക് പറയുന്നില്ലേ, അതേപോലെ ഒരു ഡിഫോൾട്ടായിട്ടൊരു വോയിസ് കൊടുത്തേക്കാം. ആ വോയിസ് ഇവൻ്റെ വോയിസാണ്, പ്രദീപ് രംഗനാഥൻ്റെ വോയിസ് ഈ LIKയുടെ. അപ്പോൾ ഈ വൈബ് വാസി എന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ, വെള്ളത്തിനടിയിൽ ഒരു ടീപ്പോയോ എന്തോ ഡൈനിങ് ടേബിൾ എന്തോ സാധനം വെച്ചിട്ട് കൃതി ഷെട്ടിനെ ഇതിൻ്റെ മുകളിൽ കയറ്റിയിട്ട് ഇവൻ താഴെ കൂടെ തള്ളും. അപ്പം മുകളിൽ നിന്ന് നടക്കും പോലെ ഫീൽ ചെയ്യുക പുറമേ നിന്ന് കാണാനുള്ള ആളുകൾക്ക്. ഇതിനടിയിൽ ആരുണ്ട്? ഈ വൈബ് വാസിയുണ്ട്, പ്രദീപ് രംഗനാഥൻ. ഇവൻ തള്ളുക, ഇവനെ ഈ ആരോഗ്യം വെച്ചിട്ട് തള്ളുക. ഏത് ഈ വലിയൊരു ഡീപ്പോയും പിന്നെ കൃതി ഷെട്ടിയും കൂടെ തള്ളുക. ആക്ച്വലി തള്ളേണ്ടിരുന്നത് ഇദ്ദേഹമായിരുന്നു, യോഗി ബാബു ആയിരുന്നു. യോഗി ബാബു തള്ളാൻ പോയത് നന്നായി. യോഗി ബാബു ആ സ്വിമ്മിംഗ് പൂളിൽ ചാടിയിട്ടുണ്ടെങ്കിൽ അവിടെ സുനാമി അടിച്ചേന്. ഇതിലെ വേറൊരു ട്രാക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അച്ഛൻ മകൻ ബന്ധമാണ്. അച്ഛൻ മക സീമാൻ. അപ്പോൾ സീമാനാണ് ആ കഥാപാത്രം ചെയ്തിരിക്കുന്നത്, അച്ഛനായിട്ട് കരാട്ടക്കാരനൊക്കെയാണ്. അപ്പോൾ ഇദ്ദേഹത്തിന് ഒരു ട്രോമയുണ്ട്. ഇദ്ദേഹത്തിന് ട്രോമ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പണ്ട് മൈറ്റ് ബി നമ്മുടെ പ്രസന്റ് ടൈം, ഇത് നടക്കുന്നത് 2040 ആ സമയത്ത് ഇദ്ദേഹത്തിൻ്റെ മകൾ, അതായത് പ്രദീപ് രംഗനാഥൻ്റെ യങ്ങർ സിസ്റ്റർ വണ്ടി ഇടിച്ച് മരിച്ചു. സ്വാഭാവികം. എങ്ങനെയാണ് മരിച്ചത്? മൊബൈൽ ഫോൺ യൂസ് ചെയ്ത് ക്രോസ് ചെയ്യുന്ന സമയത്ത് വണ്ടി ഇടിച്ച് മരിച്ചു. അതുകൊണ്ട് ഇയാൾക്ക് മൊബൈൽ ഫോണിനോട് ദേഷ്യമാണ്. ഇദ്ദേഹത്തിന് മൊബൈൽ ഫോൺ ട്രോമയാണ്. അതുകൊണ്ട് ഇദ്ദേഹം മൊബൈൽ ഫോൺ ഇല്ലാത്തൊരു ജീവിതമാണ് അദ്ദേഹം ആഗ്രഹിക്കുന്നത്. വളരെ ഓർഗാനിക്കുള്ള ജീവിതം, അതായത് ഓർഗാനിക് പച്ചക്കറിയെ പോലെ ഒരു ഓർഗാനിക്കുള്ള സ്പേസിൽ ഇദ്ദേഹം ജീവിക്കുക. അവിടെ കുറേ കാശായ കൊടുത്ത് കുറേ ഇങ്ങനത്തെ മൊബൈൽ ഫോൺ അഡിക്ട്സ് ആയിട്ടുള്ള ആൾക്കാർ, പിള്ളേർ ഉൾപ്പെടെ വന്ന് അവിടെ താമസിക്കുന്നു. അഡിക്ഷൻ മാറ്റിയിട്ട് തിരിച്ചു പോകുന്നു. ഇപ്പോൾ ഈ ബിഗ് ബോസിൽ പോകുന്ന സമയത്ത് 100 ദിവസം ഫോൺ ഉപയോഗിക്കുന്നില്ല, അതുപോലെ. അപ്പോൾ അങ്ങനെ നിൽക്കാൻ വേണ്ടിയിട്ട് ഈ മാളവിയൊക്കെ അവിടെ നിൽക്കുന്നുണ്ട്. അപ്പോൾ സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ പ്രദീപ് രംഗനാഥന് ഇദ്ദേഹം ഭയങ്കര ടോക്സിക് ഫാദറാണ്. മൊത്തം ടോക്സിക്കായി. ഇവനും ടോക്സിക്കാണ്, ഇവൻ്റെ അച്ഛനും ടോക്സിക്കാണ്. അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, മൊബൈൽ ഫോൺ എറിഞ്ഞു പൊട്ടിക്കണം അവിടെ വന്നിട്ട്. മൊബൈൽ ഫോൺ എറിഞ്ഞു പൊട്ടിച്ചിട്ട് എന്ത് ചെയ്യുക? അവിടെ താമസിക്കുക. അപ്പോൾ ഇവന് മൊബൈൽ ഫോൺ ഉപയോഗിക്കാനുള്ള പെർമിഷൻ ഇല്ല. കാരണം അച്ഛന് ഓൾറെഡി മകള് മരിച്ചല്ലോ. മൊബൈൽ ഫോൺ ഉപയോഗിക്കാൻ വണ്ടി തട്ടിയിട്ട്. കാരണം മൊബൈൽ ഫോണോട് വിരോധം, ടെക്നോളജിയോട് വിരോധം. പക്ഷെ ഇവന് ഈ കൃതി ഷെട്ടിയെ കണ്ട് ഇങ്ങനെ വെള്ളമിറക്കിയില്ല. ഭയങ്കര കൂതറ ഇൻട്രോണ്. 2040 ഇറങ്ങുന്ന കഥയിൽ നായികയുടെ ഇൻട്രോ എന്ന് പറയുന്നത്, കാറിന്ന് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ കുടയില്ല, അപ്പം മഴ നനയും. അപ്പം മഴ നനയുന്ന സമയത്ത് യുഗഥാനായുള്ള പ്രദീപ് രംഗനാഥനടുത്ത് കുടയുണ്ട്. അപ്പോൾ കുടയിലേക്ക് കയറുന്നു. അങ്ങനെ കാണുമ്പോൾ പ്രദീപ് രംഗനാഥനെ ഒലിക്കുക എന്ന് മാത്രമല്ല, ഇവന് ഹാർട്ട് അറ്റാക്ക് വരും. അതിൻ്റെ എക്സ്പ്ലനേഷൻ മിഷ്കിനാണ് ഡോക്ടറായിട്ട് വരുന്നത്. മിഷ്കിൻ പറയുന്നത് 2019 ന്യൂസിലൻഡായിട്ടുള്ള വേൾഡ് കപ്പ് ക്രിക്കറ്റ് സെമി ഫൈനലിൽ ധോണി റണ്ണൗട്ട് ആയപ്പോൾ കുറേ പേർക്ക് ഹാർട്ട് അറ്റാക്ക് വന്നിട്ടുണ്ട്. അതുപോലെ ചെറിയ ആൾക്കാർ ഹാർട്ട് അറ്റാക്ക് വരുന്നു. എന്നിട്ട് ഇവന് സർട്ടിഫിക്കറ്റും കൊടുക്കും. എന്താ സർട്ടിഫിക്കറ്റ് എന്ന് അറിയാം, നമ്മൾ FIR എന്ന് പറയൂലേ, അതുപോലെ ഫസ്റ്റ് ഹാർട്ട് അറ്റാക്ക് സർട്ടിഫിക്കറ്റ്, ഫസ്റ്റ് ഹാർട്ട് അറ്റാക്ക് റിപ്പോർട്ട് ഇവന് കൊടുക്കും. ഇതൊക്കെ കാണിച്ചിട്ടാണ് ഇവൻ പറയുന്നത്, കൃതി ഷെട്ടിൻ്റെ അടുത്ത് നിന്നെ എനിക്ക് അത്രയ്ക്ക് ഇഷ്ടമാണ്. ഇതിൽ ഭൂലോക കോമഡി എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതിലൊരു അപ്ഡേഷൻ വരും. അതായത് നമ്മുടെ ഇദ്ദേഹം SJ സൂര്യ അപ്ഡേഷൻ കൊണ്ടുവരും. അപ്ഡേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ, ചുമ്മാ ഇങ്ങനെ പിന്നെ റിലേഷൻഷിപ്പിനകത്തുള്ള ട്രാൻസ്പെറൻസി അല്ലാതെ എത്രത്തോളം മാച്ചിങ് ഉണ്ട് നോക്കാനുള്ള ഒരു സ്കോർ കൊണ്ടുവരും. അപ്പോൾ ആ സ്കോർ എത്രയുണ്ട് നോക്കി അതിൻ്റെ പെർസെൻറ്റേജ് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും രണ്ടുപേരും ഫ്രണ്ട്ഷിപ്പാണോ, റിലേഷൻഷിപ്പാണോ, അല്ലെങ്കിൽ ബെസ്റ്റീസാണോ, അല്ലെങ്കിൽ അവർ തമ്മിൽ എത്രത്തോളം ഹസ്ബൻഡ് ആൻഡ് വൈഫാണോ, എത്രത്തോളം അറ്റാച്ച്മെൻ്റ് ഉണ്ട്, എത്രത്തോളം ലവ് ഉണ്ടെന്ന് ആ സ്കോർ കണ്ടാൽ മനസ്സിലാവും. അതൊരു ആപ്പിൽ നല്ലൊരു അപ്ഡേഷനാണ്.
അപ്പം അത് നോക്കുന്ന സമയത്ത് കുറേ പേര് നോക്കുമ്പം ഫ്രണ്ട്ഷിപ്പ് ആയിരുന്നവർക്ക് 90% ഉണ്ട്, വിച്ച് മീൻസ് ദേ ആർ ഇൻ ലവ്. അവർക്ക് പരസ്പരം മറച്ചു വെച്ചതായിരിക്കും, അറിയാത്തതായിരിക്കാം. പക്ഷേ ഇവർ നോക്കുന്ന സമയത്ത് കൃതി ഷെട്ടിയും ഈ കക്ഷിയും കൂടെ, പ്രദീപ് രംഗനാഥൻ്റെ ക്യാരക്ടർ കൂടെ നോക്കുന്ന സമയത്ത് 3%, എവളോ 3%ആണ് ഇവരുടെ മാച്ച്, ഇവരുടെ സ്കോർ എന്ന് പറയുന്നത്. ആപ്പ് കറക്റ്റാ. ഇവൻ വളരെ ഓർഗാനിക് ലവ് ആഗ്രഹിക്കുന്ന ഒരാൾ, ഇവൾ ആഗ്രഹിക്കുന്നത് ഒരു ടെക് ഡ്രിവൺ ലവ്, അല്ലെങ്കിൽ ഇവൾ അത്രയും അപ്ഡേറ്റഡ് ആണ്, അത്രയും ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ട് ജീവിക്കുന്ന ഒരാളാണ്. ഈ മണഗുണാഞ്ചി ചങ്ങായി അച്ഛൻ്റെ വാക്കും കേട്ട് ഫോൺ ഉപയോഗിക്കാതെ മറ്റേ കാഷായ വസ്ത്രധാരികളുടെ കൂടെ എന്തൊക്കെയോ കാണിച്ച് നടക്കുന്ന ഒരു മൊണ്ണയാണ്, മൊണ്ണേഷ് കുമാറാണ്. അപ്പോൾ ഇവനെ സജസ്റ്റ് ചെയ്യണോ ഈ ആപ്പ് കറക്റ്റ് അല്ലേ? എന്നിട്ട് ഈ കക്ഷി ആപ്പിനെതിരെ പോരാടുന്നതാണ്. ഹൃദയം ഇദ്ദേഹത്തിനകത്തുള്ള ലവ് മെഷർ ചെയ്യാൻ പറ്റൂല, അത് വേറെ ലെവലാണ്. ആപ്പ് കറക്റ്റാ. ഇവനെ ഈ മൊണ്ണനെ എങ്ങനെ ഇവിടെ കല്യാണം കഴിച്ചിട്ടുണ്ടെങ്കിൽ ഒരാഴ്ച കഴിഞ്ഞാൽ ഡിവോഴ്സ് ആവും. കാരണം ഇവൻ ടോക്സിക് ചങ്ങായി, ഇവൻ്റെ ടോക്സിസിറ്റി പുറത്തു വരുന്നുണ്ട്. ഇവർ ഇത്തരം സിനിമകളിലുള്ള കഥാപാത്രങ്ങളൊക്കെ തന്നെ എടുത്തു നോക്കി കഴിഞ്ഞാൽ വൺ ടോക്സിക്കാണ്. ധനുഷിൻ്റെ ഈ അടുത്തിറങ്ങിയ ഒരു ഹിന്ദി പടം ഉണ്ടായിരുന്നു, പേരെ മറന്നു, അതിലെ പാട്ട് നിങ്ങൾക്ക് അറിയാം, എ റഹ്മാൻ്റെ പാട്ട് ഭയങ്കര ഹിറ്റായ. അപ്പോൾ അങ്ങനത്തെ കഥാപാത്രങ്ങൾ ചെയ്യുന്നത് ധനുഷായാലും ഈ പ്രദീപ് ആയി കഴിഞ്ഞാലൊക്കെ തന്നെ. ഇത് SKക്ക് വെച്ചായിരുന്നു, ശിവകാർത്തികിന് വെച്ച പടമായിരുന്നു, 2019 പ്ലാൻ ചെയ്ത പടം. പിന്നെ ഡ്രോപ്പായിട്ട് കറങ്ങി തിരിഞ്ഞാണ് ഇദ്ദേഹത്തിൻ്റെ തലയിൽ വന്നു വീണ്. ആരെ? പ്രദീപ് രംഗനാഥൻ്റെ. എന്തൊക്കെയാണോ കാണിക്കുന്നതിൽ അവസാനമായപ്പോഴേക്കും പിന്നെ ഈ ആപ്പിൻ്റെ കാര്യം. അതിൻ്റെ ഇടയ്ക്ക് സക്കർബർഗിനെയും മറ്റേ സുന്ദർ പിച്ചനെയൊക്കെ ഇടയ്ക്ക് US വെച്ചിട്ട് ഇങ്ങനെ ഒരു ഇൻട്രോഗേഷൻ ഉണ്ടാവാറുണ്ടല്ലോ കോർട്ടിൽ. അതുപോലെ ഇയാളെ ചോദ്യം ചെയ്യുന്നുണ്ട് പ്രൈവസി ബ്രീച്ചിങ്ങിനെ കുറിച്ച്, ഡാറ്റ കളക്ഷനെ കുറിച്ച്, അങ്ങനെ മൊത്തം കാണിച്ച്. ഫസ്റ്റ് ഹാഫ് ഇതാണ്, ഈ ആപ്പും പരിപാടികളൊക്കെ കഴിഞ്ഞിട്ട് സെക്കൻഡ് ഹാഫിൽ ഇവൻ ആപ്പിനെതിരെ പോരാടുക. ഇവന് ആ പെണ്ണിനെ വളയ്ക്കണം, ഇവനെ വീഴ്ത്തണം, അല്ലെ ഇവനെ സ്നേഹിക്കണം. ആരെ? ഈ ചങ്ങായിനെ. ഫോൺ യൂസ് ചെയ്ത് അച്ഛനെയും പേടിച്ച് ഇപ്പോൾ ടോക്സിക് പാരൻറ്റിങ്ങിന് ഇരയായിട്ടുള്ള ഇവൻ തന്നെ ടോക്സിക്കാണ്, ഇവൻ തന്നെ എക്സ്ട്രീംലി ടോക്സിക്കാണ്. ഇവൻ്റെ പെരുമാറ്റം കണ്ടാൽ തന്നെ മനസ്സിലാവും. അങ്ങനെ സിനിമ ഇതിലാകെ ഗൗരി കൃഷ്ണൻ ഉണ്ട്, മലയാള നടി. അവർ മാത്രം കൊള്ളാം, അവരുടെ ക്യാരക്ടറും കൊള്ളാം, അവരും കൊള്ളാം. ബാക്കിയെല്ലാം കണക്കാണ്. മൊത്തത്തിലൊരു അസഹനി അരോചക അപരാധപ്പടം. സമ്പൂർണ്ണ രക്ഷയ്ക്ക് കുറേ വർഷങ്ങൾ മുൻപ് തെലുങ്കിൽ ഇറക്കിയിട്ടുള്ള സ്പൂഫ് പടങ്ങളിലെ അതുപോലത്തെ ഒരു സ്പൂഫ് പടമാണിത്. സ്പൂഫ് പടമായിട്ട് വേണമെങ്കിൽ കണ്ടു നോക്കാവുന്നതാണ്. പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കുക, ഈ സിനിമ കാണാൻ പോകുന്ന ആളുകൾ ഒരു ഇൻഷുറൻസ് എടുക്കുന്നത് നല്ലതായിരിക്കും, ഒരു അപകട ഇൻഷുറൻസ്.